കേരളം വിധി എഴുതി, കനത്ത വിധി. കടക്ക് പുറത്തേക്ക് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ പിണറായി ഭരണം നിലം പതിച്ചു. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന അഹങ്കാരം പിണറായിയെ ഇന്ന് വീട്ടിലിരുത്തിയ ജനവിധിയായി മാറി. ഇത് കേരളമാണ്. ഭീഷണിക്കും ധാർഷ്ട്യത്തിനും മുന്നിൽ തലകുനിയാത്ത നാട്. പിണറായി വിരുദ്ധത കാറ്റല്ല, ചുഴലിക്കാറ്റായിരുന്നു. മന്ത്രിമാർ പോലും നിലം തൊടാതെ വീണു. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുണ്ട് എന്ന അധികാരഭ്രമത്തിന് ജനങ്ങളുണ്ട് എന്ന മറുപടി തീ പിടിപ്പിച്ച് നൽകിയ ജനാധിപത്യം. ഇതൊരു തോൽവിയല്ല, ഒരു രാഷ്ട്രീയ ശിക്ഷ, ഒരു മുന്നറിയിപ്പ്, ഒരു പൊട്ടിത്തെറി. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാട്ടിയ പാർട്ടി നേതാക്കളുടെ വിജയം കൂടിയാണിത്. തളിപ്പറമ്പിലും പയ്യന്നൂരും അമ്പലപ്പുഴയിലും CPM-ന് അണികൾ തന്നെ കണക്കിന് കൊടുത്തു. ധർമ്മടമെന്ന സുരക്ഷിത കേന്ദ്രത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ച് കീഴടങ്ങിയ VP അബ്ദുൾ റഷീദ് പോരാട്ടത്തിന്റെ പുതിയ പേരായി. അക്കൗണ്ട് തുറപ്പിക്കില്ലെന്ന വെല്ലുവിളിക്കിടയിലും 3 സീറ്റുമായി BJP നിയമസഭാ സാന്നിധ്യമായി. പിണറായി ഭരണം അവസാനിപ്പിച്ച് കേരളത്തിന്റെ ഭരണം ജനങ്ങൾ UDF-നെ ഏൽപ്പിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ഇടതുപക്ഷത്തെ ജനങ്ങൾ കശക്കിയെറിഞ്ഞതിന് കാരണമെന്ത്?